ഹലോ, ജിൻസസ് എഫ് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് റോഡരികിൽ ചോര വാർന്നു കിടക്കുന്ന വിക്രമിനെയാണല്ലോ. തുടർന്ന് അവിടേക്ക് ജീന വരുന്നുണ്ട്. ജീന വിക്രമിനെ കണ്ടതും ആ വഴി ജീന പോകുന്നുണ്ട്. അപ്പോഴാണ് ജീന വിക്രമിനെ കണ്ടതും വേദയെ വിളിക്കുന്നുണ്ട്. പക്ഷേ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നീട് ജീന വിക്രമിനെ എടുത്ത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീന രാധയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതും രാധയോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുന്നതുമാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഏറെ സങ്കടപ്പെട്ടിരിക്കുന്ന രാധയാണ്. അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത്. ഡോക്ടർ പറയുന്നുണ്ട് വിക്രമിന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന്. ഇത് കേട്ട ജീന രാധയോട് പറയാണ് താൻ കുറേ വേദയെ വിളിച്ചു, പക്ഷേ കോൾ കിട്ടുന്നില്ല എന്ന്. ഇത് കേട്ട രാധ പറയുന്നുണ്ട് ഈ സംഭവം ഒന്നും ഒരു കാരണവശാലും വേദയോ വിക്രമിൻ്റെ വീട്ടുകാരോ അറിയരുത് എന്ന്. പിന്നീട് കാണിക്കുന്നത് എന്തോ പേടി സ്വപ്നം കണ്ട് ഉണരുന്ന വേദയാണ്. ഉണർന്നതും വേദ വിക്രമിനെ ഒരുപാട് ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട രാധ വിക്രമിൻ്റെ ഫോൺ ഓഫാക്കി വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ വീട്ടിലെത്തിയ അച്ചമ്മയെയാണ്. അച്ചമ്മയെ കണ്ടതും നന്ദിനി ഓരോന്ന് പിറപ്പുറക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടേക്ക് വേദയും കമലയും വരുന്നത്. അവരെ കണ്ടതും അച്ചമ്മ വിക്രമിനെ അന്വേഷിക്കുന്നുണ്ട്. വിക്രം എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന് വേദ പറയുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാജൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന വേദയാണ്. വേദ വിക്രമിനെ അന്വേഷിക്കാൻ വിളിച്ചതായിരുന്നു. എന്നാൽ വിക്രം ഇന്ന് ഇവിടെ വന്നിട്ടില്ല എന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട്. കോൾ കട്ടാക്കിയതും വിക്രം ശ്രീനിവാസൻ്റെ കയ്യാളിൽ ഒരാളെ വിളിച്ച് വിക്രമിനെ അന്വേഷിക്കുന്നുണ്ട്. ശ്രീനിവാസൻ വിക്രമിനെ വിളിച്ചിരുന്നു എന്നും എന്നാൽ വരാമെന്ന് പറഞ്ഞ വിക്രം ഇതുവരെ വന്നിട്ടില്ല എന്നും പറഞ്ഞ് കൊണ്ട് കോൾ കട്ടാക്കുന്നുണ്ട്. വിക്രമിനെ കാണാത്ത സങ്കടത്തിൽ വേദ ഏറെ വിഷമിച്ചുകൊണ്ട് വിശ്വനോട് പറയുന്നുണ്ട്. വിക്രമിനെ കുറിച്ച് പറയാണ്. ഇത് കേട്ട വിശ്വൻ വേദയെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കാവലിരിക്കുന്ന രാധയെയാണ്. എഴുന്നേറ്റതും വിക്രം ചോദിക്കുന്നുണ്ട് താൻ എവിടെയാണെന്നും എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും. ഇതെല്ലാം പിന്നെ പറയാമെന്ന് പറഞ്ഞ് രാധ അവിടെ നിന്നും പോവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.